നമസ്കാരം. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഫലം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത് അവിടെ DMK സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരും, അതായത് സ്റ്റാലിന് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കൂടെ, അതായത് അച്ഛനും മകനും കൂടെ ആയിരിക്കും ഇനി തമിഴ്നാട് ഭരിക്കാൻ പോകുന്നത്. വീണ്ടും തമിഴ്നാട്ടിലെ ജനങ്ങൾ DMKക്ക് ഭരിക്കാനുള്ള ഒരു അധികാരം നൽകും എന്നൊക്കെയാണ് പല എക്സിറ്റ് പോളുകളും വരുന്നത്. അങ്ങനെ അവിടെ തമിഴകം വെട്രിക്കടകം എന്ന് പറഞ്ഞ വിജയയുടെ, അതായത് സിനിമാ നടൻ വിജയയുടെ പുതിയ പാർട്ടിയായ DMK അവിടെ നില തൊടില്ല, ഒരു സീറ്റ് പോലും വിജയിക്കില്ല എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളായിരുന്നു എക്സിറ്റ് പോളുകൾ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലൊരു അട്ടിമറി ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ഒരു അട്ടിമറി ഫലമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് DMK എന്ന പാർട്ടി തമിഴ്നാട്ടിൽ 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ തമിഴകം വെട്രിക്കടകം എന്ന വിജയയുടെ പാർട്ടി 90 സീറ്റുകൾക്ക് മുകളിലേക്ക് അവിടെ വലിയൊരു തേരോട്ടം തന്നെ നടക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് എന്ന് പറയുന്നത് ഹിന്ദു വികാരം അണപൊട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മുരുകനെയാണ്. കൂടാതെ തമിഴ്നാട്ടിലെ ഓരോ നാനാഭാഗങ്ങളിലടക്കം ഇഷ്ടം പോലെ, അതായത് കേരളത്തിലുള്ളതിനെക്കാട്ടി ഇരട്ടിയോളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഉദയനിധി സ്റ്റാലിനും അതോടൊപ്പം തന്നെ സ്റ്റാലിനും കൂടെ ഹൈന്ദവരെ ഒന്നടക്കം ആക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പലതരത്തിലുമുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുമുള്ള പരാമർശങ്ങളും പലതരത്തിലും നേടുന്നത്. അത്രയേറെ ഹൈന്ദവരെ ഹനിക്കുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്ന, അവരെ പച്ചയ്ക്ക് അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അച്ഛനും മകനും പൊതുമധ്യത്തിൽ നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വികാരമായി കത്തി നിന്നു. ഈ സ്റ്റാലിന്റെ പാർട്ടി അടക്കം തകർത്ത് തരിപ്പണമാക്കി കളയണമെന്നടക്കമുള്ള പലതരത്തിലും പല രീതിയിലുള്ള ചിന്തകൾ ഓരോ ഭാഗങ്ങളായിട്ട് തമിഴ്നാട്ടിലെ ഓരോ നാനാഭാഗങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിലൊക്കെ സന്ദർശനം നടത്തുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമാണ്, ഹിന്ദുക്കളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏത് പരിപാടിയിലും അതിനുള്ള ഒരു അനുവാദം തരാത്ത ഒരു സർക്കാരാണ് ഈ സ്റ്റാലിൻ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്കാരിനെ നമ്മൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഹിന്ദുക്കൾ പറയുന്നത്. നിലവിൽ ഹിന്ദു മതത്തെയും അതോടൊപ്പം തന്നെ ഈ ഈ ഹിന്ദു മതത്തെയും അതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തെയും അപമാനിക്കുന്ന തരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പലതരത്തിലുമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഒരു പരിധി വിട്ട ഒരു പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത്, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് കൊതുകാണ്, ഡെങ്കിപ്പനിയാണ്, മലേറിയയാണ്, കോവിഡാണ് എന്നൊക്കെയാണ് ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന വ്യക്തി, അതായത് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി, ഈ ഹൈന്ദവ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും അടക്കം വിശേഷിപ്പിച്ചത്. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിൽ മധുരയിലടക്കം ഒരു മുരുകഭക്ത സംഗമമൊക്കെ നടന്ന സമയത്തും ഇതേ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഈ DMKയുടെ അടുത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, ഈ സ്റ്റാലിന്റെ ഭാര്യ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കിരീടം സമർപ്പിക്കുകയുണ്ടായി ഗുരുവായൂർ കൃഷ്ണന്. അപ്പോൾ അച്ഛനും മകനും ഹൈന്ദവ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഭാര്യ ഭക്തിയുടെ മാർഗത്തിലേക്ക്, അതായത് ഹൈന്ദവ വിശ്വാസത്തെ അടക്കം അവർ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നു. അതായത് ഭാര്യയുടെ ഒരു കഴിവ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ അച്ഛനും മകനും രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു രീതി വേണ്ട എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ വിധി എഴുതിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു. അതായത് ഭാര്യയെ വെച്ചിട്ട്, ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം, ഭാര്യ ഹൈന്ദവരെ അടക്കം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റാലിന്റെ ഭാര്യ എന്ന് പറയുന്നത്. പക്ഷെ അച്ഛനും മകനും ഹൈന്ദവരെ അടക്കം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ആ രീതി വേണ്ട എന്നുള്ള തീരുമാനമാണ് തമിഴ്നാട് ജനത തന്നെ ഒന്നടക്കം എടുത്തത്. അതുകൊണ്ടാണ് സ്റ്റാലിനും മകനും കൂടെ ഇനി വീട്ടിലിരുന്നാൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും വിജയെ അവിടെ ജയിപ്പിച്ച് വിടുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭാവിയിൽ വിജയും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്, അതായത് AIDMK കൂട്ടുകെട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല.